നമസ്കാരം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഒരു മനുഷ്യനൊരു പ്രത്യേക ഉദ്ദേശം വെച്ച് ഒരു സ്വത്ത് വഖഫ് ചെയ്താൽ ആ സ്വത്തിന്റെ ഉടമസ്ഥൻ പിന്നെ ദൈവമാണ്. സൃഷ്ടികളായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പരിപാലിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ കടമ, അവരുടെ ഉത്തരവാദിത്വം. അത് കഴിയാത്ത സാഹചര്യത്തിൽ അതിന് കഴിയുന്ന ആളുകൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരിക്കലും ആ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടും ഇത് തന്നെയാണ് അഭിപ്രായം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കലഹമുണ്ടാക്കണമെന്നോ കലാപമുണ്ടാക്കണമെന്നോ ഉദ്ദേശമില്ല. വഖഫ് സ്വത്ത് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആ വിഷയത്തിലൊക്കെ ചില നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ മൊത്തത്തിലുള്ള വഖഫ് സ്വത്തുക്കളുടെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ ഇന്ന് രാജ്യത്തുടനീളം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അങ്ങനെ വഖഫ് സ്വത്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അന്യാധീനപ്പെട്ടു പോയ വഖഫ് സ്വത്തുക്കളിൽ ഇവിടെ ഡൽഹിയിൽ ഉൾപ്പെടെ കോടതികൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ഡൽഹിയുടെ മൊത്തത്തിലുള്ള ഒരു ഭൂപ്രദേശം എടുത്താൽ അവിടെ വഖഫ് സ്വത്തുക്കൾ ഒരുപാട് നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ വഖഫ് സ്വത്തുക്കളൊക്കെ പിന്നീട് അതിൽ പിടിമുറുക്കാനോ അത് തിരിച്ചു പിടിക്കാനോ ഒന്നുമുള്ള ശ്രമങ്ങൾ എവിടെയും നടന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും കോടതികളിൽ കേസ് നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ പ്രശ്നമുണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ, ഒരു കലാപം ഉണ്ടാകും എന്ന് ഭയപ്പെട്ടാൽ ചില വിട്ടുവീഴ്ചകൾക്ക് മനുഷ്യരായിട്ടുള്ള ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതും അത്യാവശ്യമാണ്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ അവർ ചതിക്കപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റുകാരല്ല. ആ സ്വത്ത് വിറ്റ ആളുകളും അതിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകളുമാണ് ഇവിടെ കുറ്റക്കാർ. അതിന് അവിടെ താമസിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ നിലപാട് സ്വീകരിച്ച ആളുകളുണ്ട്. നമുക്കിതൊന്നും ഈ വിഷയത്തിലൊന്നും ഇപ്പോൾ അഭിപ്രായം പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതായത് എന്താണ് വഖഫ് സ്വത്ത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, അത് നഷ്ടപ്പെട്ടാൽ ആരൊക്കെയാണ് അതിന്റെ ഉത്തരവാദികൾ? ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചാണ് ചില ആളുകളൊക്കെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കണം എന്ന് കരുതിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത് അവർക്ക് വിട്ടുകൊടുക്കണം, അവർ ചതിക്കപ്പെട്ട ആളുകളാണ് എന്നുള്ള അഭിപ്രായങ്ങളും ചില കോണുകളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത്. എന്തായാലും ആ വിഷയം ഇപ്പോൾ സജീവമായിട്ട് ചർച്ച നടക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് വഖഫ് ബോർഡ് ചെയർമാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ പോകുന്ന പോക്കിൽ ഒരു 8ന്റെ പണി തന്നിട്ടാണ് പോയി എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ സാഹിബ് പറഞ്ഞത് അത് മുഖ്യമന്ത്രി എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, സുപ്രീം കോടതി ഉത്തരവ് പരിശോധിച്ചിട്ടില്ല, ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം വന്നതിന്റെ ഭാഗമായാണ് ചെയ്തത് എന്നൊക്കെ KS ഹംസ സാഹിബും വ്യക്തമാക്കി. ഇപ്പോൾ ചർച്ചകളൊക്കെ മുറുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള തർക്കങ്ങൾ നടക്കുന്നു. മറ്റു ചില ആളുകൾ 10 മിനിറ്റിനകം തീർക്കാമെന്ന് പറഞ്ഞ വിഷയം ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിച്ച് അവരും രംഗത്തുണ്ട്. എന്തായാലും ഇവിടെ വഖഫ് ബോർഡ് ചെയർമാന്റെ ഉദ്ദേശം ശുദ്ധമാണോ? കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയ നീക്കങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ? ദേശാഭിമാനി ഒരു വാർത്തയാണ് ഇത് ഇങ്ങനെ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇവിടെ പഴയ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, അവരുടെ ഒരു സമയം അവസാനിച്ചു, പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയിട്ടില്ല. ഈ ഒരു സമയത്താണ് വഖഫ് ബോർഡ്, പഴയ ഗവൺമെന്റ് നിയോഗിച്ച വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ ഈ വഖഫ് സ്വത്തൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം വഖഫിൽ ആശങ്ക എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനി ഒരു വാർത്ത കൊടുത്തു. നേരത്തെ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ സമയത്ത് മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ഇന്നോവയുടെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ കൊണ്ടുവന്നിട്ടു അന്വേഷണം വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദേശാഭിമാനിയിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടും ഞാൻ മനസ്സിലാക്കിയത്. തെറ്റിദ്ധരിപ്പിക്കുക. യഥാർത്ഥത്തിൽ പഴയ സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡാണ് ഈ വിഷയം ഇവിടെ പോർട്ടലിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് അത് UDF സർക്കാരിന്റെ തലയിൽ വെച്ച് കിട്ടുന്നതിന് വേണ്ടി 10 മിനിറ്റിനകം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ സർക്കാർ ചെയ്തതാണ് എന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ആ ഒരു വിഷയത്തെ അങ്ങനെ നോക്കിക്കാണുന്നത്. എന്തായാലും ഇവിടെ അതൊക്കെ എന്തോ ആവട്ടെ, ആ വിഷയങ്ങളും ചർച്ചകളും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം ഒന്നും പറയാനല്ല. വഖഫ് ബോർഡ് ചെയർമാനുമായി ബന്ധപ്പെട്ട് KS ഹംസ സാഹിബുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ KS ഹംസ സാഹിബ് അദ്ദേഹത്തിനൊരു സ്ഥാപനമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലത്ത്.
ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെതായിരുന്നു മലബാർ എഞ്ചിനീയറിംഗ് കോളേജ്. ഈ മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് അതിന് മുന്നേ അത് MIC ആയിരുന്നു, മാലിക് ബിൻ ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെ പല സ്ഥാപനങ്ങളും അതിൽ പ്രവർത്തിച്ചിരുന്നു. സമസ്തയുടെ സ്ഥാപനമാണ്. സമസ്തയുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ SKSSFന്റെ രൂപീകരണം നടന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ ക്യാമ്പ് നടന്നത് ഈ ഒരു സ്ഥാപനത്തിലാണ്. മാത്രമല്ല ഷംസുൽ ഉലമ, സമസ്തയുടെ പ്രസിഡന്റ്, അദ്ദേഹം നേരിട്ട് ഈ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട്. സമസ്തയുടെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥാപനമാണ്. ഏകദേശം ഇന്നത്തെ ഒരു അവസ്ഥയിൽ 150 കോടി രൂപയോളം വിലമതിക്കുന്ന ഈ ഒരു സ്ഥാപനം, ഇത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് എന്ന് ഷംസുൽ ഉലമ പറഞ്ഞ ഈ ഒരു സ്ഥാപനം, അത് പിന്നീട് KS ഹംസ എന്ന് പറയുന്ന ഇന്നത്തെ വഖഫ് ബോർഡ് ചെയർമാന്റെ സ്വകാര്യ സ്വത്തായി മാറി. അതെങ്ങനെ മാറി? അത് വഖഫ് സ്വത്താണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു വഖഫ് സ്വത്ത് എങ്ങനെയാണ് KS ഹംസയുടെ കയ്യിലെത്തിയത്? ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നാട്ടിക മൂസ മൗലവി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ അസ്ഹരി, അതുപോലെ തന്നെ ഇവിടെ കോയമ്മ തങ്ങൾ, അങ്ങനെ സമസ്തയുടെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവർ കഷ്ടപ്പെട്ട് പണിതുയർത്തിയ ഒരു സ്ഥാപനമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സാധാരണക്കാരിൽ നിന്ന് പിരിവെടുത്ത് സ്ഥലം വാങ്ങിച്ച് അങ്ങനെ കയറ്റിയ, കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ ഒരു സ്ഥാപനം പിന്നീട് KS ഹംസയുടെ കയ്യിലെത്തി. ആ KS ഹംസയാണ് ഇന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാൻ. അദ്ദേഹമാണ് ഇവിടെ വഖഫ് സ്വത്തിനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായി സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ടപ്പോൾ ഈ വിഷയം ഒരിക്കൽ കൂടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നി. ഷംസുൽ ഉലമ സമസ്തയുടെ അഭിമാനമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പുറത്തു പോകരുത് എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് സമസ്തക്ക് വേണ്ടി സംഭാവന കൊടുത്ത, വഖഫ് ചെയ്ത ആ ഭൂമിയിൽ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം എങ്ങനെയാണ് അന്യാധീനപ്പെട്ടു പോയത്? ഇവിടെ മുനമ്പത്തെ ആളുകൾ അവർ ഇസ്ലാം മത വിശ്വാസികളല്ല, ഭൂരിഭാഗവും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് വഖഫ് സ്വത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നും അറിയില്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ചില ആളുകൾ ചേർന്ന് ചതിച്ചു. അവർ അറിയാതെ അത് പോയി വാങ്ങിച്ചു. കയ്യിലുള്ള പണം കൊടുത്താലും തട്ടിക്കൂട്ട് സാധനങ്ങൾ വാങ്ങിക്കില്ല. അവരെ ചതിച്ചു, അവരെ പറ്റിച്ചു, അവരെ കൊണ്ടത് എടുപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഹംസ സാഹിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മദ്രസ മുഅല്ലിമായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഉസ്താദായിരുന്നു. ആ മനുഷ്യൻ എങ്ങനെ ഈ ഒരു സ്വത്ത് വാങ്ങിച്ചു? 150 കോടി രൂപയോളം വില വരുന്ന സമസ്തയുടെ ഈ ഒരു സ്ഥാപനം അദ്ദേഹം കൈക്കലാക്കിയത് 75 ലക്ഷം രൂപയ്ക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് വാങ്ങിച്ച് അത് പണയപ്പെടുത്തി, അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി തുക ലോൺ എടുത്തിരുന്നു ആ ഒരു വസ്തു പണയപ്പെടുത്തി എന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരിക്കലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം അത് വിട്ടുകൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി സമസ്തയ്ക്ക് വേണ്ടി പിരിവെടുത്ത് പണിതുയർത്തി. SKSSFന്റെ ആദ്യ ക്യാമ്പ്, അതിന്റെ രൂപീകരണത്തിന് ശേഷം ആദ്യ ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ചു. എന്തായാലും ആ സ്ഥാപനം KS ഹംസയുടെ കൈകളിലെത്തി. ഇപ്പോൾ ഹംസ സാഹിബ് വഖഫ് ബോർഡ് ചെയർമാനാണ്. അദ്ദേഹം വഖഫ് സ്വത്തിനെ കുറിച്ച്, അതിന്റെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, മുനമ്പം സ്വത്ത് അത് വഖഫാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ, അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തീർച്ചയായും തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലത്ത് മലബാർ കോളേജ് എന്ന പേരിൽ സ്ഥിതി ചെയ്യുന്ന പഴയ MIC അതെങ്ങനെ അത് ഹംസയുടെ കയ്യിലെത്തി എന്നുള്ളതിനെ കുറിച്ചൊരു വിശദീകരണം വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വഖഫ് ബോർഡ് ചെയർമാൻ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അതിനെക്കുറിച്ചൊരു വിശദീകരണം തരണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഈ MICയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലബാർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ ഈ ഒരു സംശയം വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട്, ദേശമംഗലത്തെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട്, പഴയ MICയുമായി ബന്ധപ്പെട്ട്, അത് വാങ്ങുന്ന സമയത്ത്, അത് വിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം ആവശ്യമാണ് എന്ന് തോന്നി. അതുകൊണ്ട് ആ വിശദീകരണം തരണം എന്ന് ഞാനിവിടെ വളരെ വിനയത്തോടു കൂടി KS ഹംസ സാഹിബിനോട് അഭ്യർത്ഥിക്കുകയാണ്.